Hi, I am Adib. Redmi is Note 11 series. Two smartphones. Redmi Note 11, Redmi Note 11s. This is Redmi Note 11 phone unboxing and review. We will see this video. This is Redmi Note 11 box. Box is Redmi Note 11 photo. The box is the side Redmi branding. The box is the phone variant MRP കൊടുത്തിട്ടുണ്ട് 18999 രൂപയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP പിന്നെ ഈ ഫോണിന്റെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോക്സിന്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫോണിന്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ IMEI വേരിയന്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ഈ ബോക്സിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഈ ബോക്സിന്റെ അകത്തായിട്ട് നോക്കുകയാണെങ്കിൽ സിം ഇജക്ടർ ടൂൾ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആൻഡ് വാറന്റി കാർഡ് പ്രൊട്ടക്റ്റീവ് കേസ് USB ടൈപ്പ് C ചാർജിംഗ് കേബിൾ ചാർജിംഗ് അഡാപ്റ്റർ ഇത്രയുമാണ് ബോക്സിന്റെ അകത്തായിട്ട് വരുന്നത് അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിന്റെ ഡിസൈനെ കുറിച്ച് നോക്കാം ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ റെഡ്മി ഇതിന് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 10ലുള്ള അതേ ഡിസൈൻ തന്നെയാണ് റെഡ്മി നോട്ട് 11നും കൊടുത്തിട്ടുള്ളത് ഒറ്റനോട്ടത്തിൽ ഈ ഫോൺ കണ്ടു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 10 ആണെന്നേ പറയുള്ളൂ ഈ ഫോണിന്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു LED ഫ്ലാഷും നൽകിയിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിലായിട്ട് റെഡ്മിയുടെ ബ്രാൻഡിങ് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഫോണിന്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷിലാണ് ഈ ഫോണിന്റെ ഡിസൈൻ വരുന്നത് ഈ ഫോൺ ടോട്ടലായിട്ട് 3 കളർ വേരിയന്റിലാണ് വരുന്നത് ഹൊറിസോൺ ബ്ലൂ സ്റ്റാർ ബ്ലാക്ക് പിന്നെ സ്റ്റാർ ബേസ്റ്റ് വൈറ്റ് എന്നുള്ള ഈ കളർ വേരിയന്റിലും ഈ ഫോണിന്റെ ഫിസിക്കൽ ഓവർ നോക്കുകയാണെങ്കിൽ ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത് പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫോണിന്റെ മേലെ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് IR ബ്ലാസ്റ്റർ സ്പീക്കർ ഗ്രില്ല് 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവയാണ് വരുന്നത് ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത് അതായത് നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഫോണിന്റെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈമറി മൈക്രോഫോൺ ടൈപ്പ് C ചാർജിംഗ് കേബിൾ സ്പീക്കർ എന്നിവയാണ് വരുന്നത് ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിൽ നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും റെഡ്മി നൽകിയിട്ടുണ്ട് 1000 നിറ്റ്സ് ആണ് ഈ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് പിന്നെ ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഒരു 5000 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 179 ഗ്രാം മാത്രമാണ് വരുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ റെഡ്മി നോട്ട് 11 എന്നുള്ള ഈ ഫോൺ പിന്നെ ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട് ആ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ റെഡ്മി നമുക്ക് തരുന്നുണ്ട് അടുത്ത നമുക്ക് ഈ ഫോണിൽ വരുന്ന പ്രൊസസ്സറിനെ കുറിച്ച് നോക്കാം Qualcomm Snapdragon 680 പ്രൊസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത് 6 നാനോമീറ്റർ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ് ഇത് Adreno 610 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന GPU പിന്നെ ഈ ഫോണിൽ LPDDR4X RAM ടൈപ്പ് ആണ് വരുന്നത് സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ് വരുന്നത് പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11ലാണ് വരുന്നത് MIUI 13 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് പിന്നെ ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രോക്സിമിറ്റി സെൻസർ ആംബിയന്റ് ലൈറ്റ് സെൻസർ ആക്സലറോമീറ്റർ ഇലക്ട്രോണിക് കോമ്പസ് ഗൈറോസ്കോപ്പ് IR ബ്ലാസ്റ്റർ എന്നിവയാണ് വരുന്നത് അടുത്തത് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറ കുറിച്ച് നോക്കാം ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് f2.4 ആണ് ഇതിൻ്റെ അപ്പച്ചർ വരുന്നത് ഫോണിൻ്റെ റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചും നമുക്ക് 1080p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക വീഡിയോയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ആവറേജ് അത്രേ പറയാനുള്ളൂ ഈ ഫോണിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ റെഡ്മി ഈ ഫോണിൻ്റെ കൂടെ തന്നെ റെഡ്മി നോട്ട് 11s എന്നുള്ള ഫോണും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്
ആ ഫോണും ഈ റെഡ്മി നോട്ട് 11 തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈമറി ക്യാമറയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് നോട്ട് 11 SL വരുന്നത്. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സറാണ് റെഡ്മി നോട്ട് 11 SL വരുന്നത്. ഈ ഒരു ഡിഫറൻസ് മാത്രമാണ് റെഡ്മി നോട്ട് 11ഉം റെഡ്മി നോട്ട് 11 SLും തമ്മിലുള്ളത്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 11നെക്കാളും പ്രൈസ് കൂടുതലാണ് റെഡ്മി നോട്ട് 11 Sന്. അപ്പോൾ നിങ്ങൾ മെഗാ പിക്സലിൻ്റെ കൗണ്ട് കണ്ടിട്ട് റെഡ്മി നോട്ട് 11 S എടുക്കണം എന്നില്ല. ഫൈനലി നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ 4GB 64GB വേരിയൻറ്റിന് 13,499 രൂപയും 6GB 64GB വേരിയൻറ്റിന് 14,499 രൂപയും 6GB 128GB വേരിയൻറ്റിന് 15,999 രൂപയുമാണ് വരുന്നത്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമസോണിലും മീ സ്റ്റോറിലും ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഈ അടുത്ത് തന്നെ റെഡ്മിയുടെ നോട്ട് 11 പ്രോ സീരീസിൽ ഫോൺസ് വരുന്നുണ്ട്. മിക്കവാറും 2 ഫോൺസാണ് വരാൻ സാധ്യത. റെഡ്മി നോട്ട് 11 പ്രോ, റെഡ്മി നോട്ട് 11 പ്രോ മാക്സ് എന്നുള്ള ഫോൺസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോൺ വാങ്ങാൻ അർജൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. ആ ഫോണും കൂടെ കണ്ടിട്ട് നിങ്ങൾ ഫോൺ ചൂസ് ചെയ്യുക. ചിലപ്പോൾ നല്ല ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ അത് മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.